സീസൺ 5 കപ്പ് ഉയർത്തുന്ന നിമിഷം, അല്ലെങ്കിൽ ലാലേട്ടൻ എന്നെ വിജയായി പ്രഖ്യാപിക്കുന്ന നിമിഷം, ആ നിമിഷത്തെ വർണ്ണിക്കാൻ സത്യത്തിൽ വാക്കുകളില്ല. അതൊരു വാക്കിലോ ഒരു വരിയിലോ ഒതുക്കപ്പെടേണ്ടതായിട്ടുള്ളൊരു സന്തോഷമല്ലത്. വർണ്ണനകൾക്കും വാക്കുകൾക്കുമൊക്കെ അതീതമായിട്ടുള്ള ഒരു വലിയ സന്തോഷം. ജീവിതത്തിൽ ഒരുപാട് പരാജയപ്പെട്ടവനെ അഭിമാനത്തോടുകൂടി സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ അനുവദിച്ചിട്ടുള്ള ഏറ്റവും മൂല്യമായ നിമിഷം, ഒരുപാട് അഭിമാനം സമ്മാനിച്ച നിമിഷം. ഈ സീസണിൽ തന്നെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അണിയറ പ്രവർത്തകരുടെ, അല്ലെങ്കിൽ ഈ ക്യാമറയ്ക്ക് പിന്നിലുള്ള ആൾക്കാരുടെ എഫേർട്ടുകൾ തന്നെയാണ്. അത് സീസൺ 7 പ്രൊമോ മുതൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ലാലേട്ടൻ്റെ ആദ്യത്തെ പ്രൊമോ, ഞാൻ തീ പ്രൊമോ എന്ന് പറഞ്ഞാണ് ലാലേട്ടൻ അന്ന് മെസ്സേജ് അയച്ചത്. സീസൺ 7 വിന്നർ ആരാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ സീസണിൽ ഒരാളെ മറ്റൊരാളിൽ നിന്ന് വേർതിരിക്കുന്ന ഘടകങ്ങൾ നിരവധിയുണ്ട്. അതുകൊണ്ട് തന്നെ വിന്നർ ആകാൻ യോഗ്യതയുള്ള ആൾക്കാരെല്ലാവരുമാണ് സത്യത്തിൽ സീസൺ 7 ഫിനാലിയിൽ എടുക്കുമ്പോൾ അവസാനത്തെ 5 പേരിലുമുള്ളത്. നേരിയ വോട്ടിന്റെ വ്യത്യാസമായിരിക്കും ഈ സീസണിൽ ഒരു വിജയിയെ നിർണ്ണയിക്കുന്നത്. എല്ലാ മത്സരാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നയിക്കുന്ന പ്രേക്ഷകർ അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് വോട്ടിങ്ങിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിൽ വിജയി ആരാകണമെന്നൊരു പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒരു PR ടീമുകൾക്ക് പ്രയോജനപ്പെടാനും അവരതെടുത്ത് ഉപയോഗിക്കാനും, അത് ഒരു പക്ഷേ അർഹതപ്പെട്ട ഒരു മത്സരാർത്ഥിക്ക് ഏതെങ്കിലും രീതിയിൽ എനിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പ്രേക്ഷകർക്കിടയിൽ നിന്ന് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വോട്ടിലേക്ക് ഫിനാലിൽ എത്താൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഏറ്റവും മികച്ച മത്സരാർത്ഥി ഈ സീസണിൽ പ്രേക്ഷകരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുകയാണ് തൽക്കാലം. അതുകൊണ്ട് സീസൺ 7 വിന്നർ ആരാകണമെന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. ഏറ്റവും മികച്ച മത്സരാർത്ഥിക്ക് എൻ്റെ 1000 ആശംസകൾ ദൈവം മുൻകൂറായിട്ട് അറിയിക്കുക. ബിഗ് ബോസ് സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ ഇന്ന് കൃത്യം 7 മണിക്ക് ആരംഭിക്കുന്നതാണ്. ഇന്നലത്തെ എവിക്ഷനിൽ നൂറ കൂടി പുറത്തായതോടെ അനീഷും അനുമോളും ഷാനവാസും അക്ബറും നെവിൻ എന്നിവരാണ് ഫൈനൽ 5 എത്തി നിൽക്കുന്നത്. ആരായിരിക്കും കിരീടം ചൂടുക എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും. സോഷ്യൽ മീഡിയയിൽ വിജയെക്കുറിച്ചുള്ള പല പ്രവചനങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ വിജയ് ആരാകും എന്നുള്ള ചോദ്യത്തിന് ബിഗ് ബോസ് മുൻ വിജയിയായി അഖിൽ മാരാർ പറഞ്ഞ മറുപടിയാണിത്. എന്തായാലും അനുമോൾ തന്നെയാണ് കപ്പ് അടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അനീഷ് റണ്ണറപ്പ് ആയി എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും മലയാളം ബിഗ് ബോസിന്റെ സീസണുകളുടെ ചരിത്രത്തിൽ വെച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു സാധാരണക്കാരൻ ഈ ഒരു ഫിനാലയിൽ 100 ദിവസം തികച്ചു വന്ന് നിൽക്കുന്നത്. ഇനി അദ്ദേഹം കപ്പ് ഉയർത്തുമോ എന്നുള്ളത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും. അവസാന ഘട്ടത്തിൽ അനീഷും അനുമോളും തമ്മിൽ ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നതെന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. അക്ബറും ഷാനവാസ്, നെവിൻ എന്നിവരാണ് ടോപ്പ് 5 എത്തിയ മറ്റ് മത്സരാർത്ഥികൾ. ഒരു മത്സരാർത്ഥികളുടെയും ആരാധകർ തങ്ങളുടെ ഇഷ്ടതാരമായിരിക്കും വിജയ് എന്ന അവകാശവാദത്തോടെ രംഗത്തും വരുന്നുണ്ട്. ഇന്ന് അനീഷിന്റെ ദിനമായിരിക്കും. ഒരു സാധാരണ മലയാളി വന്ന് സീസൺ 7 ട്രോഫി സ്വന്തമാക്കുന്ന ദിനം. ഇതൊരു വ്യക്തിയുടെ മാത്രം വിജയമല്ല, മലയാളി പ്രേക്ഷകരുടെ ഒന്നടങ്കം നേടിയെടുത്ത വിജയമാണ്. ഇങ്ങനെയാണ് അനീഷിന്റെ ആരാധകർ കുറിക്കുന്നത്.